ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 628 സന്ദേശം. അവൾ ചെയ്ത പാപത്തേക്കാൾ കൂടുതലായി അവളുടെ അവിശ്വാസം എന്നെ വേദനിപ്പിച്ചു എന്ന് അവളോട് പറയുക. ഈശോയുടെ ഒരു പരിഭവം ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാത്മാവ് ചെയ്യുന്ന പാപത്തേക്കാൾ അധികമായി ആ ആത്മാവിൻ്റെ അവിശ്വാസം ഈശോയെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ശരിയാവുക? ഒരാൾ ചെയ്യുന്ന പാപം അത് അയാളുടെ ആ ഒരു സാഹചര്യത്തിൽ അത് വളരെ ആഴമേറിയ ഫലം ഉളവാക്കുന്നുണ്ട്, അല്ലെ സ്വാധീനമുണ്ട്. എന്നാൽ അവിശ്വാസം അതൊരാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രം മറ്റാർക്കും ഒരുപക്ഷെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു നിലപാടല്ലേ? എന്നാൽ ഈശോ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാ. ഈശോ സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്നേഹത്തിൽ അവിശ്വാസമില്ല. അവിശ്വാസമുള്ളിടത്ത് സ്നേഹവുമില്ല. അങ്ങനെയിൽ എങ്ങനെയാണ് അവിശ്വാസം ഒരു വ്യക്തി ചെയ്ത പാപത്തേക്കാൾ അധികം ദൈവത്തെ വേദനിപ്പിക്കുക? ഒരു വ്യക്തി പാപം ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ അജ്ഞത കൊണ്ടാവാം, അല്ലെങ്കിൽ ബലഹീനത കൊണ്ടാവാം. അങ്ങനത്തെ സാഹചര്യത്തിലും കർത്താവിന് എന്നോട് ക്ഷമിക്കുവാൻ കഴിയും. ഞാൻ നശിച്ചു പോവുകയില്ല. അവൻ്റെ കാരുണ്യത്തിൽ ശരണപ്പെട്ടാൽ അവൻ എനിക്ക് ദാനമായിട്ട് തന്നിരിക്കുന്ന രക്ഷ, അവൻ അവൻ്റെ വില കൊണ്ട് എനിക്ക് നേടിത്തന്ന രക്ഷ, എനിക്ക് പരിഹാരമായി എൻ്റെ ജീവിതത്തിനും എൻ്റെ പാപത്തിനും എൻ്റെ മുറിവിനുമൊക്കെ പരിഹാരമായിട്ട് അവൻ തന്നെ സമർപ്പിച്ച് അവൻ നേടിത്തന്ന രക്ഷ, ആ രക്ഷയുടെ വിലയെ അതിലംഘിക്കുന്നതല്ല എൻ്റെ പാപമെന്ന് ഞാൻ കരുതുമ്പോൾ, എൻ്റെ ഏത് പാപമാകട്ടെ, ഏത് തകർച്ചയുടെ ആയിരിക്കട്ടെ, രക്ഷിക്കാനാവാത്ത വിധം അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുമ്പോൾ അത് എൻ്റെ രക്ഷയായിട്ട് മാറുകയാണ്. എന്നാൽ ആ രക്ഷയുടെ ആധാരമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരവസ്ഥ, എൻ്റെ ഏത് പാപത്തിനെയും അതിലംഘിക്കുന്ന അവിടുത്തെ കാരുണ്യം, എൻ്റെ ഏത് തകർച്ചയിൽ നിന്നും എന്നെ പിടിച്ചുയർത്താൻ പറ്റുന്ന അവിടുത്തെ കാരുണ്യം, അതിനെ ഞാൻ അവിശ്വസിച്ചാലോ? അതാണ് ഏറ്റവും ഹീനമായിട്ടുള്ള നന്ദിഹീനതയുടെയും സ്നേഹരാഹിത്യത്തിൻ്റെ ഒക്കെ അവസ്ഥ. അതുകൊണ്ടാണ് ഒരാത്മാവ് ചെയ്യുന്ന പാപത്തെ കഴിഞ്ഞും ആ ആത്മാവിൻ്റെ അവിശ്വാസത്തെ, രക്ഷ പ്രാപിക്കില്ല എന്നുള്ള വിശ്വാസവും ഒക്കെ അവിശ്വാസത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ആ ഒരവസ്ഥ ദൈവത്തെ ഏറെ വേദനിപ്പിക്കുന്നു. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, എൻ്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എത്രമാത്രം ബലഹീനതയിൽ ഞാൻ പാപത്തിൽ വീണുപോയാലും ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കാരണം എന്നെ രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരം ഒരിക്കലും കുറുകി പോവുകയില്ല. എൻ്റെ ഇതെന്നല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിനും പരിഹാരമായിട്ട് നിന്റെ വില നീ ഞങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.